നമസ്കാരം. തോൽവിക്ക് സമാനമായിട്ടുള്ള ഒരു വിജയമാണ് ഇത്തവണ ധർമ്മടത്ത് പിണറായി വിജയന് കിട്ടിയത്. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ 50,123 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് പിണറായി വിജയൻ നേടിയത്. എന്നാൽ ഇപ്പോൾ അത് 19,247 വോട്ടുകളുടെ ഭൂരിപക്ഷമായി കുറഞ്ഞിരിക്കുന്നു. ആദ്യത്തെ 6 റൗണ്ട് എണ്ണിയപ്പോഴും പിണറായി വിജയൻ പിന്നിലായിരുന്നു. ഇതിൽ നിന്നു തന്നെ പിണറായി വിജയനുണ്ടായ വോട്ട് വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അവിടുത്തെ UDF സ്ഥാനാർത്ഥിയായ അബ്ദുൾ റഷീദിനു വേണ്ടി കോൺഗ്രസിൻ്റെ താര നേതാക്കളാരും അവിടെ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല. അത് പിന്നീട് വലിയ ചർച്ചാ വിഷയമായി. പക്ഷേ അബ്ദുൾ റഷീദ് അപ്പോഴും അദ്ദേഹം പറഞ്ഞു, വളരെ വൈകിയാണ് ഈ ഒരു തീരുമാനമുണ്ടായത്, അതുകൊണ്ട് തന്നെ നേതാക്കളൊക്കെ പല മണ്ഡലങ്ങളിലും പ്രചാരണത്തിലായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞ് പാർട്ടിക്ക് പരിക്കില്ലാതെ പോകാൻ നോക്കിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയാണ് അബ്ദുൾ റഷീദിനു വേണ്ടി കോൺഗ്രസ് നേതാക്കളാരും അവിടെ ഒരു പ്രചാരണത്തിന് പോയിട്ടില്ല എന്നുള്ള കാര്യം ജനങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ അത് തീർത്തും യാദൃച്ഛികമായല്ല എന്ന് നമ്മൾക്ക് കരുതേണ്ടി വരും. അത് തീർത്തും വ്യക്തമായിട്ടുള്ളൊരു കണക്ക് കൂട്ടലോടുകൂടി തന്നെയാണ്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും, പ്രതിപക്ഷ നേതാവ് VD സതീശനോ രമേശ് ചെന്നിത്തലയോ അങ്ങനെയുള്ള ഏതെങ്കിലും നേതാക്കൾ അവിടെ ചെന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ദേശീയ നേതാക്കൾ അവിടെ എത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ അബ്ദുൾ റഷീദ് ജയിക്കുമായിരുന്നു. കാരണം 19,247 വോട്ടുകളുടെ മാത്രം ഭൂരിപക്ഷമാണ് പിണറായി വിജയനുള്ളത്. 50,123 നിന്നാണ് കുത്തനെ ഏകദേശം 30,000-ഓളം വോട്ട് പിണറായി വിജയന് കുറഞ്ഞത്. ഇനി ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലമായതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയോ മറ്റോ അവിടെ വന്നാലും അത്ഭുതപ്പെടേണ്ടിയിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അബ്ദുൾ റഷീദിൻ്റെ വിജയം അനായാസമാകുമായിരുന്നു. പക്ഷേ കോൺഗ്രസിന് മറ്റു ചില കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതായത് അബ്ദുൾ റഷീദിനെ നിർത്തി പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം കുറയ്ക്കണമെന്നും പിണറായി വിജയനെ ജയിപ്പിക്കണമെന്നും ഉള്ള ഒരു കണക്കുകൂട്ടൽ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവുണ്ടാകുമെന്നും മൃഗീയമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്നും കോൺഗ്രസ്സിന് ഒരു കണക്കുകൂട്ടലുണ്ടായിരുന്നു, പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ തെറ്റിയില്ല എന്ന് ഫലം വന്നപ്പോൾ നമ്മളെല്ലാവരും കണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ UDF അധികാരത്തിൽ വരികയും പിണറായി വിജയൻ താരതമ്യേന ഭൂരിപക്ഷം കുറഞ്ഞ് വെറുമൊരു MLA ആയി വന്ന് നിയമസഭയിൽ ഇരിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കാണാൻ എന്തായാലും കോൺഗ്രസ് നേതാക്കൾ ആഗ്രഹിച്ചിരുന്നു. കാരണം നവകേരള സർക്കിട്ട് നടന്ന ആ സമയം മുതൽ അപ്പോഴൊക്കെ വളരെ മൃഗീയമായിട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ മർദ്ദിച്ചത്. എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം, അദ്ദേഹം തെറ്റുകാരൻ തന്നെയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ പോലും ഇടത് സൈബറിടങ്ങളും പോലീസും ഒക്കെ വളരെ ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് നടത്തിയത്. അപ്പോൾ ഇതൊക്കെ കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ട്. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷങ്ങളായി പിണറായി വിജയൻ്റെ ഈ കിരാത ഭരണം സഹിച്ച് കോൺഗ്രസ് നാമാവശേഷമാകും എന്നുള്ള ഒരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരം കൊണ്ട് വീണ്ടും കോൺഗ്രസിന് വളരെ ശക്തിയോടുകൂടി തിരിച്ചു വരാൻ കഴിഞ്ഞത്. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് പിണറായി വിജയനെ എങ്ങനെയെങ്കിലും തോൽവിക്ക് സമാനമായുള്ള ഒരു വിജയത്തോടു കൂടി നിയമസഭയിൽ കൊണ്ടുവരണം, ഏതെങ്കിലും ഒരു മൂലക്കിരുത്തണം എന്നുള്ള ഒരു ആഗ്രഹം കോൺഗ്രസ് നേതാക്കൾക്ക് തോന്നിയിട്ടുണ്ടാവാം. തീർച്ചയായും പിണറായി വിജയൻ അവിടെ സർവ്വപ്രതാപത്തോടുകൂടി കേരളത്തിൽ കഴിഞ്ഞ 10 കൊല്ലം വിരാജിച്ച ഒരു നേതാവാണ്. നിയമസഭയൊക്കെ അദ്ദേഹം എടുത്തു മറച്ചു വെച്ച പല സംഭവങ്ങളും കണ്ടിട്ടുണ്ട്. മകളെക്കുറിച്ചും മകൾ പ്രതിയായ മാസപ്പടിയെക്കുറിച്ചുമൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം ചെയ്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മറുപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ തരത്തിൽ പെരുമാറിയ പിണറായി വിജയനെ ഒരു മൂലക്കിരുത്തേണ്ടത് കോൺഗ്രസ് നേതാക്കളുടെ ഒരു ആവശ്യമായിരുന്നു. അതവർ സാധിച്ചെടുത്തു. അതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. കാരണം ധർമ്മടത്ത് സ്വന്തം മണ്ഡലത്തിൽ പിണറായി വിജയൻ തോറ്റുകഴിഞ്ഞാൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി അവരുടെ ഒരു മധുര പ്രതികാരം വീട്ടിലാണ് ഇതിലൂടെ നടന്നത്. അബ്ദുൾ റഷീദിനെ സ്ഥാനാർത്ഥിയാക്കുകയും പിണറായി വിജയൻ്റെ ഭൂരിപക്ഷം കുറച്ചുകൊണ്ടുവരികയും കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളാരും അവിടെ പ്രചാരണത്തിന് എത്താതിരിക്കുകയും ചെയ്തതിലൂടെ കോൺഗ്രസ് നേതാക്കൾ കണക്ക് കൂട്ടിയത് എന്താണോ അത് സാധിച്ചിരിക്കുന്നു എന്ന് വേണം അനുമാനിക്കാൻ. എന്തായാലും പുതിയ മന്ത്രിസഭ രൂപീകരിച്ചതിന് ശേഷം പ്രതിപക്ഷ നേതാവായോ അല്ലെങ്കിൽ MLA ആയോ പിണറായി വിജയൻ നിയമസഭയുടെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടേണ്ടത് സഭാ TV യിലൂടെ കാണാനുള്ള ഭാഗ്യം നമ്മൾ കേരളത്തിലെ ജനങ്ങൾക്കുമുണ്ടാകും.